നമുക്കിപ്പം ഇപ്പോൾ ചലച്ചിത്ര നടി ദിവ്യ ഗോപിനാഥ് ചേരുന്നുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് ദിവ്യ 2018 താങ്കൾ അലൻസിയറിനെതിരെ അതിശക്തമായൊരു പ്രതികരണം നടത്തിയത്. പക്ഷെ വർഷങ്ങൾക്കിപ്പുറവും അലൻസിയർ വളരെ സജീവമായി സിനിമയിലുണ്ട്. താങ്കൾ സിനിമയിൽ നിന്ന് മൊത്തം അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ടു എന്നാണ് ഇന്ന് ഏറ്റവും ഒടുവിലായി ദിവ്യ പറഞ്ഞത്. ഈ പുതിയ സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിലെങ്കിലും ഒരു നീതി കിട്ടുമെന്ന പ്രതീക്ഷ ദിവ്യക്കുണ്ടോ? മാറണം. ഈ ഒരു മൊത്തത്തിലുള്ള സിസ്റ്റത്തിലെ പ്രശ്നങ്ങളും പോരായ്മകളും ഒക്കെ മാറി മുന്നോട്ട് ഞങ്ങൾ തൊഴിലെടുക്കുന്ന ഈ ഒരു സ്പേസ് എത്രയും നല്ല ഒരു സ്പേസായി ഏതൊരു തൊഴിലെടുക്കുന്ന സ്ത്രീക്കോ അല്ലെങ്കിൽ മനുഷ്യർക്കും തുല്യനീതി കിട്ടിക്കൊണ്ട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറെ സ്ത്രീകള് ഞങ്ങളുടെ കരിയറും എല്ലാം പ്രശ്നത്തിലാക്കിക്കൊണ്ട് തുറന്ന് സംസാരിക്കാൻ റെഡിയായത്. അപ്പൊ ആ പ്രതീക്ഷ നമുക്കില്ലാതെ നമ്മളിത് സംസാരിക്കില്ല. പ്രതീക്ഷ എന്നും വെച്ചുകൊണ്ടാണ് ഏതൊരാൾക്കും ഞാൻ തൊഴിൽ ചെയ്യുന്നത് സിനിമയിലാണ് എന്ന് പറയുമ്പോൾ ചോദ്യം ചെയ്യപ്പെടാതെ അല്ലെങ്കിൽ മറ്റൊരു ചിന്തകളിലേക്ക് പോകാതെ വളരെ ക്ലിയർ ആയിട്ട് ഏതൊരു തൊഴിലിടം പോലെ ഒരു തൊഴിൽ ചെയ്യാനുള്ള അവസരമുള്ള ഒരു മേഖലയായി മാറാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ സംസാരിക്കുന്നത്. ശരിയാണ് ദിവ്യ പറഞ്ഞതിൽ അഭിമാനബോധത്തോടെ ഈ തൊഴിൽ ചെയ്യാൻ അല്ലെങ്കിൽ സിനിമയിൽ ഏത് രംഗത്തും പ്രവർത്തിക്കാനുള്ള ഒരു ശേഷി ഉണ്ടാകണം എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ദിവ്യ, ഇപ്പോൾ അന്ന് ദിവ്യ ഈ പരാതി പറയുമ്പോൾ അന്നത്തെ സിനിമയുടെ സംവിധായകരടക്കം ദിവ്യയ്ക്ക് പിന്തുണയുമായി എത്തിയിരുന്നു. ഒരു പൊതുജന മധ്യത്തിൽ നിന്നൊരു മാപ്പ് പറയുക എന്നതായിരുന്നു അന്ന് ഉന്നയിച്ച ആവശ്യം. അതിനുശേഷം ഇപ്പോൾ അലൻസിയർ ഏറ്റവും ഒടുവിൽ പാർവതിക്കൊപ്പമുള്ള സിനിമകളിൽ വരെ പ്രധാന വേഷങ്ങളിൽ നമ്മൾ കാണുകയും ചെയ്തു. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ദിവ്യയ്ക്ക് താൻ അനുഭവിച്ച വേദനകൾ സിനിമയിലെ മറ്റിടങ്ങളിൽ പറയുമ്പോൾ കൃത്യമായൊരു പിന്തുണ കിട്ടുകയും ശക്തമായി മുന്നോട്ട് പോകണം എന്നൊരു അത്തരത്തിലുള്ളൊരു ഉറപ്പ്, വാക്കാലുള്ള ഉറപ്പെങ്കിലും ഏതെങ്കിലും കോണിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും വിമൻ ആൻഡ് സിനിമ കളക്റ്റീവ് തന്നെയാണ് എൻ്റെ ഇത്രയും നാളത്തെ യാത്രയിൽ എൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ നിന്നിട്ടുള്ളത്. അവരിൽ ഓരോരുത്തരും ചില ഡിസിഷൻ മേക്കർ അല്ലാത്ത സിനിമയിൽ അഭിനയിക്കേണ്ടി വരുന്ന ആളുകൾ പോലും ഇത്തരം അഭിനയിക്കുമ്പോൾ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അതൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ ആ ഒരു ബഹുമാനം അല്ലെങ്കിൽ പറയുക അല്ലെങ്കിൽ ഇങ്ങനെ വ്യക്തമാക്കുക, ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പറയുക എന്നുള്ളതാണ് ഡിസിഷൻ മേക്കർ അല്ലാത്ത ഒരാൾക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. അതല്ലാതെ എനിക്ക് ഞാൻ അതിന് ശേഷം ഒരു ബ്ലോക്ക് ബസ്റ്റർ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. നിതിൻ മാനുവൽ തോമസും ആഷിഖ് ഉസ്മാൻ പ്രൊഡ്യൂസ് ചെയ്ത് മിഥുൻ ചേട്ടൻ സംവിധാനം ചെയ്ത് അഞ്ചാം പാതിര എന്ന് പറഞ്ഞൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ത്രൂ ഔട്ട് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ബ്ലോക്ക് ബസ്റ്റർ സിനിമയിൽ അഭിനയിച്ച ഒരു നടിക്ക് പിന്നീട് ഉണ്ടാവേണ്ട ഒരു മുന്നോട്ട് പോക്കുണ്ട്. ആ മുന്നോട്ട് പോക്ക് ഉണ്ടാവാത്തത് അത്രയും ശ്രദ്ധേയമായ ഒരു സിനിമയിൽ കുഴപ്പമില്ലാത്തൊരു ക്യാരക്ടർ ചെയ്ത എനിക്ക് അവസരങ്ങൾ ഇല്ലാതാവുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ശരിക്കും സിനിമ എന്ന് പറയുമ്പോൾ ഒരു ഫിലിം മേക്കറിന്റെ ചോയ്സ് ആണ് ആരെ അഭിനയിപ്പിക്കണം വേണ്ട എന്നൊക്കെ ഉള്ളത്. അതിന്റെ പ്രൊഡ്യൂസേഴ്സും അതിന്റെ ഒരു ഹാൻഡിലുള്ള ആൾക്കാരാണ്. പക്ഷെ എന്നിരുന്നാലും ഓപ്പർച്യൂണിറ്റി ഫോർ ഓഡിഷൻസ് ഉണ്ടാവും. നമുക്ക് ഓപ്പർച്യൂണിറ്റികൾ വന്നാലേ നമുക്ക് അതിനകത്ത് ആ അവസരങ്ങളിൽ എന്ത് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഡിസൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരെ ബ്ലോക്ക് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും. പക്ഷെ നമ്മളുടെ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന ചില വ്യക്തികളുടെ സിനിമയിൽ മാത്രമാണ് എനിക്ക് പിന്നീട് അങ്ങോട്ട് അഭിനയിക്കാൻ പറ്റിയിട്ടുള്ളത്. ദിവ്യ, അങ്ങനെ അവസരങ്ങൾ നഷ്ടപ്പെടുന്നത് കൃത്യമായി ഇപ്പോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ദിവ്യ കേട്ടാണല്ലോ, പവർ ഗ്രൂപ്പ് എന്നൊരു പരാമർശമുണ്ട്. അപ്പൊ അത്തരം ഗ്രൂപ്പുകളുടെ ഭാഗമായിട്ട് അലൻസിയറെ പോലുള്ള ആളുകൾ അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടോ? അവരുടെ ശ്രമത്തിന്റെ ഫലമായിട്ടാണോ ഈ മാറ്റി നിർത്തൽ, അങ്ങനെയൊക്കെ കരുതുന്നുണ്ടോ? എനിക്ക് ഈ വ്യക്തിയുടെ കാര്യം അറിയില്ല. പക്ഷെ നമ്മൾ ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ആ പേരിനെ ഫോളോ ചെയ്ത് പോകണ്ട. പക്ഷെ ഇതിനകത്ത് വളരെ സിമ്പിളായിട്ട് മറ്റൊരു ജോലിയിലും ഇല്ലാത്തൊരു പ്രശ്നമുള്ളത് ഒരു ഉത്തരവാദിത്തമില്ലാത്ത, ഒരു സിസ്റ്റമാറ്റിക് അല്ലാത്തൊരു പ്രോസസ്സ് ഇതിനകത്തുണ്ട്. ഒരു ജോലി ചെയ്യുമ്പോൾ ഒരു അല്ലെങ്കിൽ ഒരു തൊഴിലിടത്തുള്ള ആളുകൾക്ക് അവർക്ക് തൊഴിൽ ഉറപ്പാക്കാനുള്ള ഒരു ബോണ്ടോ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ വേറെ ഏത് ജോലിക്ക് കയറിയാലും നമ്മൾ അവിടുത്തെ ഒരു പ്രശ്നം ഉന്നയിച്ചാൽ നമ്മളെ പെട്ടെന്ന് എടുത്ത് മാറ്റാനോ അല്ലെങ്കിൽ ഇഷ്ടത്തിനനുസരിച്ച് അവള് കുറച്ച് പ്രശ്നക്കാരിയാണോ നമ്മൾ മാറ്റിക്കളയാം എന്ന് പറയാനുള്ള ഒരു സ്പേസ് അല്ല ഈ സിനിമ വ്യക്തികളുടെ ഒരു അവരുടെ തീരുമാനം, കുറച്ച് ആളുകളുടെ തീരുമാനത്തിനനുസരിച്ചാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം,
ഈ പറഞ്ഞതിന് ശേഷം അലൻസിയർ എന്ന് പറഞ്ഞ വ്യക്തി, അയാൾ അതിനു മുന്നേയും സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു ആളാണ്. പക്ഷെ അയാൾക്കുള്ളൊരു മുന്നേറ്റവും അല്ലെങ്കിൽ ഞാൻ എത്ര സ്ക്രീനുകളിലുണ്ടെന്നും അയാൾ എത്ര സ്ക്രീനുകളിലുണ്ടെന്നും ഒക്കെ നമുക്ക് എടുത്തറിയാം. അത് അയാളുടെ മാർക്കറ്റ് അനുസരിച്ചും കൂടെയാണ്. പക്ഷേ നമ്മൾ ചേർത്ത് പിടിക്കുക എന്ന് പറയില്ലേ, നമ്മളൊരു സ്ത്രീ ഒരു പ്രശ്നം പറഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ അവളെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് ഒരു വർക്ക് പ്ലേസിലെ മുകളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അതിന്റെ അതോറിറ്റേറിയനായ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകൾക്ക് തീരുമാനം എടുക്കാൻ കഴിയുന്നൊരു കാര്യമാണ്. പക്ഷെ ആ ചേർത്ത് പിടിക്കൽ ഇവിടെ സ്ത്രീകൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ റിപ്പീറ്റഡ്ലി പറയുന്നത്. ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വന്ന വാർത്ത രഞ്ജിത്തിനും സിദ്ദിഖിനുമെതിരായ ആരോപണങ്ങളിൽ പ്രാഥമിക പരിശോധനയ്ക്ക് സർക്കാർ തയ്യാറാകുന്നു എന്നാണ്. ദിവ്യക്ക് നേരിട്ട് ഈ അനുഭവത്തിൽ ഇനി അത്തരത്തിലൊരു നിയമ നടപടിയിലേക്ക് പോകാൻ ആലോചിക്കുന്നുണ്ട്? നിയമ നടപടി എന്ന് പറയുമ്പോ എന്റെ കയ്യിലുള്ള ഒരു ചെറിയ വാട്സപ്പ് റെക്കോർഡും കാര്യങ്ങളും ഒക്കെയാണ് ഇതിനെതിരെ എനിക്കൊരു തെളിവായിട്ട് സമർപ്പിക്കാനുള്ളത്. അത് ഞാൻ ഹേമ കമ്മിറ്റിയുടെ മുമ്പാകെ ആ തെളിവ്, ആ റെക്കോർഡ്സ് അയച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മളുടെ ഒരു വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള സ്പേസിൽ പെട്ടെന്ന് നടക്കുന്ന ഒരു സംഭവത്തിന് തെളിവ് എന്നുള്ള ഒരു സാധനം, ഒരു ക്യാമറ വെച്ച് ഫിറ്റ് ചെയ്ത് നടക്കുന്ന മനുഷ്യരല്ല നമ്മള്. അപ്പോ ഈ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുമ്പോ അവര് തെളിവാണ് ചോദിക്കുക. എത്രയോ സ്ത്രീകള് പോയി ഹറാസ്മെന്റിലൂടെ കടന്നു പോയിട്ടുള്ളത് നമ്മൾക്ക് കേട്ടറിവുണ്ട്. അല്ലെങ്കിൽ ചില മെഡിക്കലിനൊക്കെ പോകുമ്പോൾ നമ്മൾ കരഞ്ഞു വരുന്ന സ്ത്രീകളെ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്ത് ധൈര്യമാണ് നമുക്ക് ഇത്തരം ഒരു നമ്മളുടെ വർക്ക് സ്പേസിൽ പെട്ടെന്ന് നടക്കുന്ന ഒരു അതിക്രമത്തിന് നമ്മൾ എന്ത് തെളിവാണ് കൊണ്ട് കൊടുക്കേണ്ടത് എന്നുള്ള ഈ സിസ്റ്റത്തിന്റെ ഒരു പ്രശ്നം നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ ആ പ്രശ്നം നിലനിൽക്കുമ്പോൾ നമ്മൾ ഇതിനെ കുറിച്ച് ആലോചിക്കും. നമ്മൾ ഇതിന്റെ വെച്ചാല് തെളിവുകൾ പലതുള്ളൊരു കേസ് നമ്മുടെ മുമ്പിൽ കിടക്കുന്നുണ്ട് 7 വർഷമായിട്ട്. അവർക്ക് എന്ത് ഇതിൽ നിന്ന് ലഭിച്ചു എന്നും അവരുടെ ജീവിതം ഇതിലൂടെ എങ്ങനെയാണ് കടന്നു പോകുന്നതെന്ന് നമ്മൾ കണ്ടുവരുന്നുണ്ട്. എന്ത് ധൈര്യമാണ് നമ്മളെ പോലെ ശരിയാണ് ദിവ്യ പറഞ്ഞ കൃത്യമാണ്. പ്രത്യേക സാഹചര്യങ്ങളിൽ തെളിവ് എന്നത് വലിയ പ്രശ്നമാവും. അത്തരം ഒരു സാധാരണ ആൾക്ക് എങ്ങനെ തെളിവ് ശേഖരണമായി ഇതിലൊക്കെ മുന്നോട്ട് പോകാൻ കഴിയും? അതിനും കൂടി ആത്മവിശ്വാസം, അല്ലെങ്കിൽ ഏത് രീതിയിൽ നിയമപരമായി മുന്നോട്ട് പോകാനുള്ള ആത്മവിശ്വാസം നൽകുന്ന രീതിയിലേക്ക് നമ്മുടെ സംവിധാനവും എല്ലാം മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ദിവ്യ, എന്തായാലും അതിനുവേണ്ടിയുള്ള ഒരു മാറ്റത്തിന്റെ തുടക്കമാകട്ടെ ഈ വിവാദങ്ങൾ എന്നുകൂടി നമുക്ക് പ്രത്യാശിക്കാം. ശരി, വളരെ നന്ദി ദിവ്യ ഗോപിനാഥ് പ്രതികരിച്ചതിന്.